അപ്പോൾ ഈ 100 ലിറ്റർ വെള്ളം ചൂടാക്കാൻ നമുക്ക് എത്രത്തോളം വൈദ്യുതി വേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ സൂര്യൻ്റെ പവറിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം വരാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പലരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഫസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന സെൻസ് ആദ്യമായിട്ട് നമ്മുടെ കോൾഡ് വാട്ടർ കയറ്റുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. ഈ സൂര്യൻ പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഇതിൻ്റെ ടോപ്പ് ഏരിയയുടെ അത്രയും സോളാർ വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈക്കൺ എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ബെഡ് ടൈപ്പ് മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്ക് പോകാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് എല്ലാവരുടെ വീടുകൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ആൻഡ് ഫോർഗെറ്റ് എന്ന് ഞാൻ പറയുക. കാര്യം ഒരു തവണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു 15 വർഷത്തോളം പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിലവിൽ സോളാർ പാനൽസ് വർക്ക് ചെയ്യുന്നത് സൺലൈറ്റിലെ റേഡിയേഷൻ അബ്സോർവ് ചെയ്തിട്ടാണ്. എന്നാൽ സോളാർ വാട്ടർ ഹീറ്റർ വർക്ക് ചെയ്യുന്നത് സൺലൈറ്റിലെ ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് 100 ലിറ്റർ വരെ വെള്ളം ചൂടാക്കി തരാൻ കപ്പാസിറ്റി ഉള്ള സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ബാത്റൂംസ് അതുപോലെ കിച്ചൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിൽ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ചൂടുവെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് കേരളത്തെ സംബന്ധിച്ചോളം. അപ്പോൾ ഈ സോളാർ വാട്ടർ ഹീറ്ററിലൂടെ നമുക്ക് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം ചൂടാക്കി തരികയും അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ ആവശ്യങ്ങൾ അതുപോലെ വാഷ്റൂമിലെ ആവശ്യങ്ങൾ അതുപോലെ വാഷിംഗ് ആവശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കവറായി പോകുന്നതാണ്. അപ്പോൾ ഈ 100 ലിറ്റർ വെള്ളം ചൂടാക്കാൻ നമുക്ക് എത്രത്തോളം വൈദ്യുതി വേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ സൂര്യൻ്റെ പവറിൽ തന്നെ നമുക്ക് ചൂടാക്കി കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. കാര്യം വാട്ടർ ഹീറ്ററിൻ്റെ ട്യൂബ് ബ്രേക്ക് ആകുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം വരാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പലരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ വാട്ടർ ഹീറ്ററും ടാങ്കും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ബെഡ് ടൈപ്പ് മോഡലാണ്. നമുക്ക് ഈ ഒരു സിലിണ്ടറിക്കൽ ടാങ്കിന് ഏറ്റവും ബേസ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടാങ്കിലെ വെള്ളം ഇതിലേക്ക് വന്ന് കയറും. നോർമലി വാട്ടർ ഹീറ്റർ കുറച്ച് ഹൈറ്റുള്ള മോഡലൊക്കെ ആണെങ്കിൽ ടാങ്കിന്റെ ബോട്ടവും അതുപോലെ വാട്ടർ ഹീറ്ററിന്റെ ടോപ്പുമായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു അടി ഗ്യാപ്പെങ്കിലും വേണം. കാര്യം ഇത് വാട്ടർ ഹീറ്ററിലേക്ക് വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാവിറ്റിയിലാണ്. കാര്യം ഈ ടാങ്ക് നിറഞ്ഞു കിടന്നാൽ മാത്രമേ വാട്ടർ ഹീറ്ററിലേക്ക് വെള്ളം വരികയുള്ളൂ. പിന്നെ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ പണ്ട് ഫിസിക്സിൽ പഠിച്ച പോലെ തന്നെ ഈ ട്യൂബിലേക്ക് വരുന്ന വെള്ളം ആദ്യം തണുത്ത വെള്ളമായിരിക്കും. ട്യൂബ് ചൂടിനെ അബ്സോർവ് ചെയ്യുന്നു. ഈ അബ്സോർവ് ചെയ്ത ചൂടുവെള്ളം ടാങ്കിന്റെ ടോപ്പ് ഏരിയയിലേക്ക് പോകുന്നു. എന്നിട്ട് ഈ ടാങ്കിന്റെ ടോപ്പ് ഏരിയയിൽ വന്നത് സെറ്റിൽ ഡൗൺ ആവുന്നു. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് മോഡൽ. ഇതാണ് വാട്ടർ ഹീറ്ററിന്റെ ഔട്ട് ഏരിയ. കാര്യം വെള്ളം താഴെ ഏരിയയിൽ തണുത്ത വെള്ളവും ടോപ്പ് ഏരിയയിൽ ചൂടുവെള്ളമാണ് നിൽക്കുക. അപ്പോൾ ഈ ചൂടുവെള്ളത്തിന്റെ ഡിസ്പെൻസ് ചെയ്യുന്നത് ഈ ഒരു ഹോട്ട് വാട്ടർ പൈപ്പ് വഴിയാണ്. ഇതിൽ ഒരു NRV കാര്യങ്ങൾ ഇന്നിലും ഔട്ടിലും നോർമലി ഇട്ട് കൊടുക്കുന്നതാണ്. ഈ ഔട്ട് ഏരിയയിൽ വരുന്നിടത്ത് നമ്മളൊരു എയർ വെന്റും വെച്ചിട്ടുണ്ട്. ഈ എയർ പൈപ്പ് വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് വാട്ടർ ഇറങ്ങുമ്പോൾ അവിടുത്തെ എയർ തള്ളിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ വെന്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇന്ന ഏരിയ നോക്കുവാണെങ്കിൽ ഇന്ന ഏരിയ വന്നിരിക്കുന്നത് ഇതിന്റെ താഴെ വശത്തുകൂടിയാണ്. ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു NRV ഇട്ടിട്ടുണ്ട്. അതുവഴി നേരെ ലൈൻ ഇതിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഒരു മോഡലിൽ ഹീറ്റർ പൈപ്പ് അവൈലബിൾ ആണ്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഹീറ്റർ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി വാട്ടർ ഹീറ്റർ കമ്പനികളിൽ നിന്ന് വരുന്നത് പല പല ബോക്സുകൾ പാക്ഡ് ആയിട്ടായിരിക്കും. അപ്പോൾ സൈഡിൽ കൊണ്ടുവന്നിട്ടാണ് ടാങ്ക് അതുപോലെ ട്യൂബ് വാഷേഴ്സ് കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് വാട്ടർ ഹീറ്ററിൻ്റെ ഒരു കംപ്ലീറ്റഡ് ഫോർമാറ്റ്. ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിൽ വേണം ഇത് എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത്. വാട്ടർ ഹീറ്റർ നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ കോൾഡ് വാട്ടർ കയറ്റുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. ഈ സൂര്യൻ ഉള്ള സമയത്ത് കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ട്യൂബിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് either ഒരു 6 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് മുന്നോ വെള്ളം ഇതിലേക്ക് കയറ്റുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ വാട്ടർ ഹീറ്ററിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഇതിന്റെ ടോപ്പ് ഏരിയയുടെ അത്രയും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാട്ടർ ഹീറ്ററിലേക്ക് വെള്ളം കയറുള്ളൂ. എന്ന് പറഞ്ഞാൽ ടാങ്ക് ബേസിക്കലി ഫുൾ ആയിരിക്കണം. നമുക്കിപ്പോൾ ഇന്നിലും ഔട്ടിൽ 2 NRV പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. നോർമൽ വാട്ടർ ഹീറ്റേഴ്സിൽ അല്ലെ ഡൈവേർട്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാത്ത ഏരിയ അല്ലെങ്കിൽ നമ്മുടെ വാഷ്റൂമിലെ ഷവേഴ്സിലൊക്കെ ഡൈവേർട്ടർ പൈപ്പ് ഉണ്ടെങ്കിൽ 2 NRV ഇടുന്നത് നല്ലതായിരിക്കും. അതല്ല നമുക്ക് ഡൈവേർട്ടേഴ്സ് ഒന്നുമില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടാപ്പുകളാണ് ഉള്ളതെങ്കിൽ ഹോട്ട് വാട്ടറിനും ചൂടുവെള്ളത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടാപ്പാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇന്നിൽ മാത്രം NRV കൊടുത്താൽ മതിയാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വാട്ടർ ഹീറ്ററിന്റെ ഇൻസ്റ്റലേഷനാണ് കണ്ടത്. ഇതിൽ വാട്ടർ ഹീറ്ററിന്റെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.